പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ സംഘപരിവാർ ബന്ധമുള്ളവരെ VC ആക്കുന്നതിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ ലേഖനം വന്നിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ചാണ് കാർഷിക സർവകലാശാല VC നിയമിച്ചത്. സർവകലാശാലകളിൽ സംഘപരിവാർ കയ്യേറ്റം നടക്കുന്നു. സർക്കാർ പട്ടിക തള്ളി നടത്തുന്ന നിയമനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്ത നടപടിയാണെന്നും സുപ്രഭാതത്തിൽ വിമർശനമുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രഭാതത്തിൽ ലേഖനം വരുന്നു. പൊതുസമൂഹത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒന്നും ഈ വിഷയത്തിൽ കാര്യമായി ഞങ്ങളൊന്നിനും ഇല്ലേ എന്നൊരു നിലപാടിലാണ്. ഞങ്ങളൊരു ഏറ്റുമുട്ടലിലേക്കില്ല. അതല്ലെങ്കിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയട്ടെ, അതിനുശേഷം ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം, ആ ഒരു നിലപാടിലാണെന്ന് തോന്നുന്നു സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കാരണം ഇവരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ആ തരത്തിൽ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. മറിച്ചൊരു പ്രതികരണങ്ങളോ അതല്ലെങ്കിൽ ഈ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിഷയം. ഇപ്പൊ സുപ്രഭാതം വിമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം അതിന്റെ എഡിറ്റോറിയലിന്റെ ഹെഡിങ് തന്നെ ഇത്തരത്തിലാണ്: സർവകലാശാലകളെ കരുക്കളാക്കരുത് എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിന്റെ ഹെഡിങ് ആയിട്ട് തന്നെ ഉള്ളത്. അതായത് സംഘപരിവാർ ബന്ധമുള്ളവരെ VC-മാരായി നിയമിക്കുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാർ അജണ്ട സർവകലാശാലകളിൽ അത് കാവ്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മുഖപത്രത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതും കാർഷിക സർവകലാശാലയെ VC-യായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പോകുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളായി നമുക്കറിയാം, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും പല രൂപത്തിലുണ്ടാകുന്നു. അതിനെതിരെ കഴിഞ്ഞ സർക്കാർ ഉൾപ്പെടെ തുറന്ന പോരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗവർണറുമായി പലപ്പോഴും തുറന്ന പോരാട്ടം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. SFI അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാരിന്റെ നിലപാടും ആ നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF ഭരണത്തിലേറിയതിന് ശേഷം ഇത്തരത്തിൽ സർവകലാശാലകളിൽ നടക്കുന്ന ഇത്തരത്തിൽ നിയമനങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ കാവ്യവൽക്കരണത്തിനെതിരെയും ഒരു തുറന്ന പോരിലേക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലേക്കും പോകുന്നതിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന സംശയം അപ്പോഴും ചോദ്യമായി അവശേഷിക്കുകയാണ്. സുപ്രഭാതത്തിൽ സമസ്ത വിമർശനം ഈ നിലകളിലൊക്കെ തന്നെയാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ കയ്യേറ്റം നടക്കുന്നു. സർക്കാർ പട്ടിക തള്ളുന്ന നിയമനത്തിൽ സർക്കാർ പട്ടിക തള്ളി നടത്തുന്ന നിയമനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് എന്നിങ്ങനെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെയാണ് സമസ്ത സുപ്രഭാതത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ സർവകലാശാലകളിൽ നടക്കുന്ന നിയമനങ്ങളിൽ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഇത്തരം ചായ്വുകളും മതപരമായിട്ടുള്ള ചായ്വുകളും എല്ലാം തന്നെ മാനദണ്ഡമാവുകയാണെങ്കിൽ അത് ഒരു തരത്തിലും നല്ലതാവില്ല, അത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി വരില്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും, കൃത്യമായിട്ടുള്ള പ്രതിരോധം സംസ്ഥാന സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് സമസ്ത മുൻപോട്ട് വെക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി നിൽക്കുന്ന കാര്യമാണ്. അതായത് സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള, വകുപ്പുകൾ മുൻപോട്ട് വെച്ചിട്ടുള്ള പല നിബന്ധനകളും അതോടൊപ്പം തന്നെ പല നിയമനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ അതോടൊപ്പം തന്നെ ഗവർണറിന്റെ ഇടപെടലിലൂടെ ഈ കാവ്യവൽക്കരണത്തിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം സംസ്ഥാന സർക്കാരിന്റെ ശരി. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നുള്ള കാര്യത്തിലെ എല്ലാവർക്കും ഒരു സംശയം. കാരണം ഇവിടെ ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യോഗ്യതപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതിനെ ചവറ്റുകുട്ടയിലിടുന്ന ഗവർണർ സ്വന്തം നിലയ്ക്ക് കുറച്ച് പേരെ നിയമിക്കുന്നു. അതിൽ മിണ്ടാട്ടമില്ലാതിരിക്കുന്ന സർക്കാർ. എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല ഗൈസ്. എന്തൊക്കെയോ നടക്കുന്നു ഈ നാട്ടിൽ.